ഹലോ, അപ്പോൾ നമുക്കിന്നൊരു നല്ലൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പം മത്തിക്കറിയാണ് കേട്ടോ. അപ്പം ഈ ഭാര്യമാർ മാത്രം എപ്പോഴും വീട്ടിൽ കറിയൊക്കെ വെച്ചാൽ പോരാ കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഭർത്താക്കന്മാരോടെല്ലാം ട്രൈ ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കണക്കിന്നായിരിക്കില്ല, വളരെ സ്പെഷ്യലായിട്ടായിട്ട് കൂടെ അവരുണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടാക്കാം, എണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാം, കറിവേപ്പില ഇടാം. പക്ഷെ ഞാനിങ്ങനെ അല്ലാട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും സ്പെഷ്യൽ മത്തിക്കറിയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടു, പിന്നെ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം തക്കാളി ഇടുന്നുണ്ട്, തക്കാളിയും നല്ലപോലെ വഴറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ ഏട്ടനിങ്ങനെ കാര്യമായിട്ട് കറിയാക്കുന്നതാണ് അങ്ങനെ. അപ്പോൾ അതിലെ മസാലകളെല്ലാം റെഡിയായി. അപ്പോൾ മാങ്ങ, പച്ചമാങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതും ചേർത്തു. അതിന് ശേഷം അത് നല്ലപോലെ എണ്ണയിൽ വഴറ്റി വരണം. മാങ്ങയും തക്കാളിയെല്ലാം കുറച്ച് വെന്ത് വരണം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടുള്ള പേസ്റ്റ്. അപ്പം നമ്മൾ പച്ചമുളകും കൂടി അതിൽ അരക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇതിൽ ചേർക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പൊടികൾ, പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളകെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താക്കാം, നമ്മുടെ മീൻ കുട്ടന്മാരെയെല്ലാം ഇടാം. അപ്പോൾ നമ്മ ഇങ്ങനെ മീൻ, ചില ആൾക്കാർ ഇതിൽ ഇങ്ങനെ കഷ്ണം കഴിച്ചിട്ട് മീൻ ഇടലുണ്ട്. നമ്മ ഇങ്ങനെയാണ് ഇടൽ. അപ്പോൾ അങ്ങനെ മീനിട്ടു. അപ്പോൾ മത്തിയായതുകൊണ്ട് തന്നെ അങ്ങനെ നല്ലോണം ഓവറായിട്ട് നമ്മുടെ ചെമ്മീനൊന്നും പോലെ അധികം വേവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തിളയെല്ലാം തിളച്ചതിന് ശേഷം നമ്മൾ അതിന് മേലെ കുരുമുളക് ഇട്ട് കൊടുത്തു. അതിന് പിന്നെ കറിവേപ്പിലയായി. അപ്പോൾ കറി റെഡി ആയിട്ടോ.